അടിസ്ഥാന ശാസ്ത്രം ക്ലാസ് 7 അതിൽ 6-ാമത്തെ പാഠം താപം നിത്യജീവിതത്തിൽ. അതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. താപം എന്ന് പറഞ്ഞാൽ ചൂട്, അത്രയേ ഉള്ളൂ. ഈ താപം ഒരു ഊർജ്ജരൂപമാണ്. അപ്പം എന്താ ഊർജം? നമ്മളെ ശബ്ദം ഒരു ഊർജ്ജമാണ്, വൈദ്യുതി കറണ്ട് ഒരു ഊർജ്ജമാണ്, പ്രകാശം വേറെ ഊർജ്ജമാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നതിനാണ് നമ്മൾ പറയുക ഊർജ്ജം എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ താപം, അതായത് ചൂട്, ഒരു ഊർജ്ജ രൂപമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. നോക്കാം, പദാർത്ഥങ്ങൾക്ക് 3 അവസ്ഥയാണുള്ളത്. പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു 3 അവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ കഴിയും പദാർത്ഥങ്ങൾക്ക്. ഒന്ന് ഖരവസ്തുവാണ്, ഒന്ന് ദ്രാവകമാണ്, ഒന്ന് വാതകമാണ്. എന്താ ഖരം എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ച വസ്തുക്കൾക്കാണ് ഖരം എന്നറിയാം. കല്ലൊരു ഖരവസ്തുവാണ് അല്ലേ. ഓക്കെ. ഐസ് കട്ട ഒരു ഖരവസ്തുവാണ്. എന്നാൽ ദ്രാവകം എന്ന് പറഞ്ഞാലോ വെള്ളം പോലെയുള്ള ഇങ്ങനെ ഒഴുകുന്നത്, ഏത് പാത്രത്തിലടക്കണം ആ പാത്രത്തിൻ്റെ രൂപം കിട്ടുന്നത് ആണ് നമ്മൾ ദ്രാവകങ്ങൾ എന്ന് പറയുക. പാല്, വെള്ളം ഒക്കെ എന്താണ്, തേന് അല്ലേ, മരുന്നുകൾ ഒക്കെ എന്താണ്, ജ്യൂസുകളൊക്കെ ദ്രാവകങ്ങളാണ്. പിന്നെ വാതകം എന്ന് പറഞ്ഞാൽ വായു പോലെ കാണാൻ പറ്റാതെ ഇങ്ങനെ നാട്ടി വ്യാപിച്ച് കിടക്കുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഊർജ്ജ രൂപമാണ് താപം. ചൂടാക്കിയിട്ടുള്ള വസ്തുക്കൾ അവസ്ഥ മാറും, അത്രയേ ഉള്ളൂ. നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആവിയായിട്ട് പോകും, നീരാവിയാവും, അവിടെ അവസ്ഥ മാറിയില്ലേ. ഇനി ഐസ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഐസ് വെള്ളമാവും, അവസ്ഥ മാറിയല്ലോ. അങ്ങനെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിന് കഴിയുന്ന ഊർജ്ജ രൂപത്തിന് പറയുന്ന പേരാണ് താപം. ഇനി ചിത്രം നോക്കുക. ഇവിടെ നമ്മൾ ചോറുണ്ടാക്കുകയെന്ന് വിചാരിച്ചോളേ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ അരി ഇട്ടിട്ടുണ്ട്, പിന്നെ സ്റ്റൗ കത്തിക്കുന്നുണ്ട്. ഈ ചൂട് നേരെ അങ്ങോട്ട് അരിയിലേക്ക് എത്തുമോ? ഇല്ല. ആദ്യം പാത്രം ചൂടാകണം അല്ലേ. ഒന്നാമത്തെ ഇവിടെ പാത്രം. ഈ പാത്രം ചൂടായാൽ ആ ചൂടാർക്ക് കിട്ടും, ആ പാത്രത്തിലുള്ള വെള്ളത്തിന് കിട്ടും. എന്നിട്ട് അവസാനമാണ് എന്തിൽ അരിയിലേക്ക് എത്തുക. ഇങ്ങനെ താപം ഇങ്ങനെ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അല്ലേ. ഇതിന് പറയുന്ന പേരാണ് താപപ്രേഷണം. പേര് കേട്ട വലിയ സംഭവമാണ്, എന്നാൽ കാര്യം ചെറുതാണ്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുക ഒഴുകുക അല്ലെ, കടന്നു പോകുന്നതിന് പറയുന്ന പേരാണ് താപപ്രേഷണം. ഈ താപപ്രേഷണം ഖരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ താപപ്രേഷണത്തിന് 3 രീതികളാണുള്ളത്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന് ചാലനം എന്ന് പറഞ്ഞാൽ ഖരവസ്തുക്കളിൽ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് ചാലനം. ഒരു കമ്പി ചൂടാക്കുകയാണെങ്കിൽ ചാലനം, മനസ്സിലായല്ലോ. ഓക്കെ. ഇനി 2 രീതിയിലുള്ള വസ്തുക്കളുണ്ട്, താപം നന്നായി കടത്തിവിടുന്നതും കടത്തിവിടാത്തതും. അതായത് നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പ്, അലൂമിനിയം, ചെമ്പ് അല്ലേ, ഇനി വെള്ളി ഉണ്ടെങ്കിൽ വെള്ളി, സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ ഒക്കെ പാത്രങ്ങളൊക്കെ ചൂട് നന്നായിട്ട് കടത്തിവിടും. അപ്പോൾ ചൂട് നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേര് സുജാലകങ്ങൾ എന്നാണ്. ഇനി ചൂട് കടത്തിവിടാത്ത വസ്തുക്കൾ നമുക്കറിയാം. ഒരു മരക്കഷ്ണം ചൂട് ഇങ്ങോട്ട് അല്ലേ, മരക്കഷ്ണം ഒരു സ്ഥലം ചൂടാക്കിയാൽ ചൂട് ഇങ്ങനെ അതിലൂടെ കടന്ന് നമ്മൾ കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തൂല അല്ലേ. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, ഫൈബർ, ഇതൊന്നും സുജാലകങ്ങളല്ല. ചൂട് കടത്തിവിടാത്ത വസ്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കുജാലകങ്ങൾ. നമ്മളെ വീട്ടിലുള്ള പല അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന നോക്കുക, കുക്കർ ഒന്ന് ആലോചിച്ച് നോക്കുക. കുക്കറിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന ഭാഗം സുജാലകമായിരിക്കും. കാരണം എന്താണ്, ചൂടാവണം. എന്നാലേ പിടിക്കുന്ന ഭാഗം സുജാലകമാകാൻ പാടുണ്ടോ? ഇല്ല. സുജാലകമായ എന്താണ്, കൈ പൊള്ളും അല്ലേ. അപ്പോൾ പിടുത്തം കുജാലകങ്ങൾ കൊണ്ട് നിർമ്മിക്കുമ്പോൾ ഭക്ഷണം ചൂടാക്കുന്ന ഭാഗം സുജാലകങ്ങൾ കൊണ്ട് നിർമ്മിക്കും. ഫ്രൈ പാൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ താപപ്രേഷണം ദ്രാവകങ്ങളിലും വാതകങ്ങളിലൊക്കെ നടക്കും. അവിടെ ചെറിയൊരു പരീക്ഷണമൊക്കെ കണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് ചെറിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ തന്മാത്രകൾ കൊണ്ടാണ്. വെള്ളം നിർമ്മിച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ തന്മാത്രകൾ കൊണ്ട്. ഇവിടെ സ്വർണ്ണമാണെങ്കിൽ സ്വർണം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിൻ്റെ തന്മാത്രകൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ കമ്പി ചൂടാക്കുന്ന പോലെയാണോ ചൂട് കടന്നു പോവുക? അല്ല. നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ചായ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയലാണ്. അപ്പോൾ അവിടെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ടാമത്തെ രീതി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ്. അതിന് പറയുന്ന പേര് സംവഹനം എന്നാണ്. അപ്പോൾ ചാലനം പഠിച്ചു കഴിഞ്ഞു, സംവഹനം പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു രീതിയും കൂടി ഉണ്ട്, അതിൻ്റെ പേരാണ് വികിരണം. സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് വരുന്നു, അത് വികിരണമാണ് അല്ലേ? റേഡിയേഷൻ എന്നൊക്കെ പറയും. മൊബൈലിൻ്റെ റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ പറയലില്ലേ? അതേപോലെ തന്നെ നമ്മളൊരു അടുപ്പിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, അതിൻ്റെ ചൂട് മുകളിലോട്ട് പോകും, എന്നാൽ സൈഡിലേക്ക് നിന്നാലും ചൂട് വരും. സൈഡിലേക്കൊക്കെ വരുന്നത് വികിരണമാണ് അല്ലേ? ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ റൂമിലൊക്കെ മുകളിൽ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ടുണ്ടാവും. അതെന്തിനാണ്? വായു ചൂടായിട്ടുണ്ടെങ്കിൽ വായു എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയരും. ചൂടായ വായു എപ്പോഴും മുകളിലോട്ടാണ് ഉയരുക. അപ്പോൾ റൂമിൽ നിന്നും ചൂടായ വായു പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ ആ മുകളിലായിട്ട് ഹോൾസ് ഇട്ടുണ്ടാവും, എയർ ഹോൾസ്, വെൻറ്റിലേറ്റർ ഇട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ചൂടാറ പെട്ടി ഉണ്ടാക്കാം. തെർമോക്കോളൊക്കെ വെച്ചുകൊണ്ട് ചൂടാറാത്ത പെട്ടി ഉണ്ടാക്കാം. ഐസിൻ്റെ പെട്ടിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ഇനി ഖരവസ്തു ആണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും ചൂടാക്കിയാൽ വികസിക്കും. തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങും അല്ലെങ്കിൽ സങ്കോചിക്കും. മനസ്സിലായില്ലേ? ഈ പരീക്ഷണത്തിൽ നിന്ന് അതാണ്. ഒരു അലൂമിനിയത്തിൻ്റെ കമ്പി ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ, വയറ് തട്ടിക്കാതെ വെച്ചാൽ ബൾബ് കത്തൂല. ചൂടാക്കുമ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ഈ കഷ്ണം തകിട് അല്പം വലുതാകുമ്പോൾ അത് ടച്ചായിട്ട് ബൾബ് കത്തുന്ന ഒരു പരീക്ഷണമാണത് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ദ്രാവകങ്ങളും ഇതേപോലെ ചൂടാക്കിയാൽ വികസിക്കും. പരീക്ഷണമൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തതാണ് അല്ലേ? ഇതേപോലെ പരീക്ഷണം ഇങ്ങനെ മുകളിലോട്ട് ഉയർന്ന് ഓർമ്മയില്ലേ? ഇനി അതുപോലെ വാതകങ്ങളും എന്ത് ചെയ്യും? ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ വികസിക്കും. നമ്മളൊരു വിളക്കിൽ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചൂടാക്കിയപ്പോൾ നമുക്ക് വായു കുമിളകൾ വന്നില്ലേ? അതൊക്കെ അതിന് ഉദാഹരണം കേട്ടോ. ഇനി നമ്മുടെ ചൂട് അളക്കണം. അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് തെർമോമീറ്റർ അല്ലേ? 2 തരം തെർമോമീറ്റർ ഉണ്ട്. ലബോറട്ടറി തെർമോമീറ്റർ ഉണ്ട്, ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്. ഇതിലൊക്കെ അടിയിൽ ഒരു ദ്രാവകം ഉണ്ടാവും, മെർക്കുറിയാണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ അടിയിലുള്ള ദ്രാവകം മെർക്കുറിയാണ്. അത് ചൂടാകുമ്പോൾ വികസിക്കുമ്പോൾ മുകളിലോട്ട് ഉയരും. അപ്പോൾ അതിൻ്റെ റീഡിങ് നോക്കിയിട്ടാണ് നമ്മൾ പനി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലേ? ലാബിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിന് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, ആ മാറ്റമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് കടൽക്കാറ്റും കരക്കാറ്റും. പകൽ സമയത്ത് കടലിൻ്റെ കരയിലിങ്ങനെ പോയി നല്ല കാറ്റാണ്. കടലിൽ നിന്ന് കാറ്റ് കരയിലേക്ക് വീശും. അതിന് കാരണം എന്താ അറിയോ? കര വേഗം ചൂട് പിടിക്കും, അപ്പുറത്ത് വായു വികസിക്കും. ആ വായു വികസിച്ചാൽ സാന്ദ്രത കുറയും, അതിൻ്റെ കനം കുറയും, എന്നിട്ട് മുകളിലോട്ട് ഉയരും. അപ്പോൾ നമ്മുടെ കരയുടെ ഭാഗത്തുള്ള വായുവിന് എന്താണ്? സാന്ദ്രത കുറവാണ്. മനസ്സിലായില്ലേ? അതേസമയം തണുത്ത വായു ആയിരിക്കും എവിടെ ഉണ്ടാവുക? കടലിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഈ തണുത്ത വായു ചൂടുള്ള വായു ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ വീശും. അപ്പോൾ അങ്ങനെ പകൽ സമയത്ത് കടൽക്കാറ്റുണ്ടാവും. ഇനി കരക്കാറ്റുണ്ടാവൽ നേരെ തിരിച്ചാണ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം മഗ്‌രിബിന് നേരമൊക്കെ ആയാലും മണൽ നല്ല തണുത്താറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വായുവിനും തണുപ്പ് കിട്ടും. ഇന്ന് കടൽ വെള്ളം ചെറിയ ചൂടുണ്ടാവും. അതെന്താണെന്ന് പറഞ്ഞാൽ
വെള്ളം സാവധാനത്തിൽ ചൂടായിട്ട് സാവധാനത്തിലാണ് തണുക്കുക. കരയാണെങ്കിലോ വേഗത്തിൽ ചൂടായിട്ട് വേഗത്തിൽ തണുക്കും. അപ്പോൾ നോക്കുക, സൂര്യപ്രകാശമൊക്കെ തട്ടിയിട്ട് സാവധാനത്തിൽ വൈകുന്നേരം ആകുമ്പോഴത്തിന് വെള്ളം ചൂടായിട്ടുണ്ടാവുള്ളൂ. ആ ചൂട് നേരം വെളുക്കോളം എന്ന് പറഞ്ഞ് കുറേ സമയം ആ ചൂട് അവിടെ ആ വെള്ളത്തിനുണ്ടാവും. അപ്പോൾ എന്തായിരിക്കും, കടലിൻ്റെ മുകളിലുള്ള വായു എന്തായിരിക്കും, അത് ചൂട് പിടിക്കുന്നു, വികസിക്കുന്നു, മുകളിലോട്ട് ഉയരുന്നു. അപ്പോൾ എന്തായിരിക്കും, രാത്രി ആകുമ്പോൾ ഏത് വായുവിനാണ് ചൂടുണ്ടാവുക? കടലിൻ്റെ മുകളിലുള്ള വായുവിന്. തണുത്ത വായു കരയിലുണ്ടാവും. അപ്പോൾ തണുത്ത ഭാഗത്ത് നിന്നും ചൂടുള്ള ഭാഗത്തേക്ക് കാറ്റ് ഇങ്ങനെ വീശും. ചുരുക്കി പറഞ്ഞാൽ രാത്രി എന്ത് ചെയ്യും, കരയിൽ നിന്ന് കടലിലേക്ക് എന്ത് ചെയ്യും, കാറ്റ് വീശും. അതാണ് കരക്കാറ്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് വായിക്കണം, പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ഈ പറഞ്ഞതിൽ നിന്ന് 1-2 ചോദ്യങ്ങളുണ്ടാകും.